പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ പുതിയ പ്ലാനുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേകിന്റെ അച്ഛനായ ജയരാമൻ. മാത്രവുമല്ല, ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവളെ തട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷത്തിൽ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന അയാൾ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയായി. അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഇതേ തുടർന്ന് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പോലീസ് വേഷത്തിലെത്തിയ ജയരാമന്റെ ആളുകൾ. ഇതോടെ എന്താണ് കാര്യമെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയാണ് ദേവരാജൻ. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഭിഷേകിനൊരു ആക്സിഡന്റ് പറ്റി. അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ദേവബാല ഓടിയെത്തിയിരിക്കുകയാണ്. എൻ്റെ അഭിഷേകിന് എന്താണ് പറ്റിയത്? അവനെവിടെയാണ്? എനിക്കിപ്പോൾ തന്നെ അവനെ കാണണമെന്ന് പറയുകയും ചെയ്ത് കരയുകയും ചെയ്യുന്നു. ഇത് കാണുന്ന ദേവരാജനും ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പോകുന്ന അയാൾ എന്തെങ്കിലും ഉടൻ ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതോടെ കൂടെ വരാൻ ആവശ്യപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇനിയും വൈകിക്കരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് രണ്ടുപേരും ഒരുമിച്ച് പോകാൻ തയ്യാറാവുകയാണ്. ഇതോടെ ദേവരാജൻ വരേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് അവർ. ദേവരാജൻ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ദേവബാലയെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാമെന്നും യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ദേവരാജൻ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒടുവിൽ എന്താണ് ഞാൻ കൂടെ വരാണ്ടേ, ഇൻഡിവിജ്വലായി വരേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് വ്യക്തമാക്കുന്ന ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് ശേഷം ഇവിടേക്ക് വന്ന് വിടാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ദേവരാജനും. ഇതോടെ ദേവബാലയെയും കൊണ്ട് അവർ പോകുന്നു. പക്ഷേ ഇതേ സമയമാണ് തിരികെ അഭിഷേക് എത്തുന്നത്. ഇതോടെ അഭിഷേകിനെ കണ്ട് ഞെട്ടിപ്പോകുന്ന ദേവരാജൻ എൻ്റെ മകൾ ദേവബാല എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താണ് കാര്യം? ഇതോടെ ഇവിടേക്ക് പോലീസുകാർ വന്നിരുന്നു എന്നും ചോദ്യം ചെയ്യുന്നതിനായി അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഇത് തൻ്റെ അച്ഛൻ്റെ തന്ത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അഭിഷേക്. ഇതോടെ തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം തിരിച്ചറിയുകയും അവളുടെ കാര്യമൊന്നും എനിക്കറിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ ദേവരാജൻ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് പോകണമെന്നും കംപ്ലൈന്റ് നൽകണമെന്നും പറയുന്നു. എൻ്റെ കുട്ടിക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവളെ ഉടൻ തന്നെ രക്ഷിക്കണമെന്നും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്കിപ്പോൾ കൂടെ വരാൻ സാധിക്കുകയില്ല എന്ന് അഭിഷേക് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞാനാകെ ടയേർഡാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് അതിന് യാതൊരു താല്പര്യവുമില്ല എന്നതാണ് സത്യം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഇതോടെ എന്നേക്കുമായി അവൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്.
എന്നാൽ ഇതേ സമയം ഇഷയാകട്ടെ താനെടുത്ത തീരുമാനം സോഹൻ ചോദ്യം ചെയ്തതിനെ തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. പക്ഷേ തൻ്റെ അച്ഛൻ അഭിഷേകിനെ ഉപദ്രവിക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് അഭിഷേകിന് എന്തെങ്കിലും പറ്റുകയാണ് എങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.